2025 മാർച്ച് 2-ാം തീയതി അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലെ ഡോൾബി ഡിജിറ്റൽ തിയേറ്റർ ലോകം ഒറ്റുനോക്കുന്ന 97ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പോൾ നമുക്കും അങ്ങോട്ട് പ്രവേശിക്കാം. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് BSCയുടെ യൂട്യൂബ് കറണ്ട് അഫെയർ സെക്ഷനിലോട്ട് സ്വാഗതം. 2025 മാർച്ച് 2 അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ആണ് ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾ നേതൃത്വം നൽകുന്ന സംഘടന. 1927 രൂപീകൃതമായ ഈ ഒരു സംഘടന 1929 മുതലാണ് പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്രാവശ്യത്തെ പുരസ്കാര ചടങ്ങുകൾ വളരെ ലളിതമായിട്ടാണ് അവർ നടത്തിയത്. കാരണം അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ ഉണ്ടായിരിക്കുന്ന തീപിടുത്തം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരായിരുന്നു ഇപ്രാവശ്യത്തെ ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ സംവിധായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹാമിഷ് ഹാമിൽട്ടൺ ആയിരുന്നു. അമേരിക്കൻ ഹാസ്യ നടനായിരിക്കുന്ന കെനൻ ഒബ്രയാൻ ആയിരുന്നു ഈ പുരസ്കാരങ്ങൾ അവതാരകനായി വന്നിരിക്കുന്നത്. അങ്ങനെ 5 പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് അനോറ എന്ന് പറഞ്ഞൊരു ചിത്രം 2025 97ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ തിളങ്ങി എന്നുള്ളതായിരുന്നു മറ്റൊരു സത്യം. അനോറ മികച്ച ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അനോറ തന്നെയാണ്. അത് സംവിധാനം ചെയ്തിരിക്കുന്ന ഷോൺ ബേക്കർ തന്നെയാണ് മികച്ച സംവിധായകനായി വന്നിരിക്കുന്നത്. അദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ തിരക്കഥ എഴുതി എന്നുള്ളതാണ്. അപ്പോൾ മികച്ച തിരക്കഥ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അനോറ തന്നെയാണ്. അത് ആർക്ക്? ഷോൺ ബേക്കർക്ക് തന്നെയാണ്. ഇദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഷോൺ ബേക്കർ തന്നെയാണ് മികച്ച എഡിറ്ററായിട്ട് വന്നിരിക്കുന്നു ചിത്രം അനോറ. ഈ അനോറ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനായിരുന്നു മൈക്കി മാഡിസനെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ 2025 97ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്കി മാഡിസൺ ആണ്. ചിത്രം അനോറയാണ്. അനോറയ്ക്ക് അപ്പോൾ 5 പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ അനോറയാണ്. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ, ചിത്രം അനോറയാണ്. മികച്ച എഡിറ്റിംഗ് അനോറയാണ്, ഷോൺ ബേക്കർ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നു. മികച്ച തിരക്കഥ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അനോറയാണ്, അതും ഷോൺ ബേക്കർ തന്നെയാണ്. ഇനി മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്കി മാഡിസൺ ആണ്, ചിത്രം അനോറ തന്നെയാണ്. അപ്പോൾ മികച്ച നടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അഡ്രിയാൻ ബ്രോഡിയാണ്. ഏത് സിനിമയുടെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ്. ഇപ്രാവശ്യത്തെ മികച്ച സഹനടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ റിയൽ പെയിൻ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് കീരൻ കൈൻ കുൽക്കിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് മികച്ച സഹനടനായി തിരഞ്ഞെടുത്തത്. സഹനടി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ സോസാൾഡനെയാണ്. ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ എമിലിയ പെരസ് എന്ന് പറയുന്നൊരു ചിത്രമാണ്. അവസാനം പറഞ്ഞ 4 കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. മികച്ച നടൻ ചോദിക്കുകയാണെങ്കിൽ അഡ്രിയാൻ ബ്രോഡിയാണ്. ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്നൊരു ചിത്രമാണ്. മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്കി മാഡിസൺ ആണ്. ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അനോറ എന്ന് പറയുന്നൊരു ചിത്രമാണ്. മികച്ച സഹനടൻ ചോദിക്കുകയാണെങ്കിൽ കീരൻ കൈൻ കുൽക്കിനാണ്. ചിത്രം റിയൽ പെയിനും. മികച്ച സഹനടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സോസാൾഡനെയാണ്. ചിത്രം ദ എമിലിയ പെരസ് എന്ന് പറയുന്ന ചിത്രമാണ്. 2025 ഈ ഓസ്കാർ പുരസ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് മികച്ച ഡോക്യുമെന്ററി ചിത്രം തന്നെയാണ്. വിതരണക്കാർ അധികം ആരുമില്ലാത്ത ഒരു ചിത്രത്തിന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. മികച്ച ഡോക്യുമെന്ററി ചിത്രമായി തിരഞ്ഞെടുത്തത് ഇസ്രായേൽ പാലസ്തീൻ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന നോ അതർ ലാൻഡ് എന്ന് പറയുന്നൊരു ചിത്രമാണ്. പ്രത്യേകത നമുക്കറിയാം, ഇസ്രായേൽ പാലസ്തീൻ ചർച്ച നമുക്ക് ലോകങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ നോ അതർ ലാൻഡിനെ അതിൽ മികച്ച ഡോക്യുമെന്ററി ചിത്രമായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. മികച്ച ഇന്റർനാഷണൽ ചിത്രമായി തിരഞ്ഞെടുത്തത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ബ്രസീലിയൻ ചിത്രമാണ്. പോർച്ചുഗീസ് ഭാഷയിലാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 2025 97ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ ലോകം ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരന് മികച്ച കോസ്റ്റ്യൂം ഡിസൈനറായി തിരഞ്ഞെടുത്തു എന്നുള്ളതായിരുന്നു. ബീക്കർസ് എന്ന് പറയുന്ന സിനിമയുടെ വസ്ത്രാലങ്കാരത്തിന് പോൾ ടെസ്വെൽസിനെ ഇപ്രാവശ്യം മികച്ച കോസ്റ്റ്യൂം ഡിസൈനറായി തിരഞ്ഞെടുത്തപ്പോൾ അവിടെ മറ്റൊരു കാര്യം രേഖപ്പെടുത്തി. ഏറ്റവും മികച്ച കോസ്റ്റ്യൂം ഡിസൈനറായി ആദ്യമായി ഒരു കറുത്ത വർഗ്ഗക്കാരൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.